ഇപ്രാവശ്യത്തെ പൊങ്കൽ എങ്ങനെയുണ്ട്? മോനെ എല്ലാ പ്രാവശ്യം ഇടുമ്പോഴും ഭയങ്കര നിറവും സന്തോഷവും ആങ്സൈറ്റി ക്യൂരിയോസിറ്റി എന്തൊക്കെ ഉണ്ടോ അതാണ് ഏറ്റവും കൂടുതൽ. കാരണം മനസ്സ് നമ്മൾ ഈ പൊങ്കാലക്കാല നിറഞ്ഞു തുളുമ്പാന്നറിയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞ പൊങ്കാല ഇടുമ്പോൾ എൻ്റെ മനസ്സ് അത്ര സന്തോഷം. പിന്നെ സ്പെഷ്യൽ അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും ഒരുപാട് അമ്മയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അമ്മ നമ്മുടെ മക്കൾ വിളിക്കുന്ന വിളി കേൾക്കുന്നുണ്ടെന്നുള്ളൊരു ഉറപ്പ് വർഷം തോറും കുറയുന്നില്ല. ഉണ്ടോ പൊങ്കാല? അമ്മ ഉറപ്പിക്കല്ലേ, അമ്മയുടെ സ്ഥാനം അവിടെ ഉറപ്പിക്കുകയാണ്. നമ്മൾ അമ്മാന്ന് വിളിക്കുമ്പോൾ അമ്മ കേൾക്കുന്നുണ്ട് അല്ലേ. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് പൊങ്കാല ഇട്ട് എല്ലാവരും ഒറ്റ മനസ്സോടെ അമ്മാന്ന് മാത്രമല്ലേ വിളിക്കുക. അത് ഇന്നല്ലേ പറ്റുള്ളൂ. ആണായാലും പെണ്ണായാലും കൊച്ചായാലും ആരായാലും ഇതിൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ അമ്മ എന്ന് വിളിക്കാത്ത ആരുമില്ല അല്ലേ. അത് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഓരോ പൊങ്കാലയും പുതുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. സത്യം എനിക്കിത് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ആ സ്പെഷ്യൽ. ഒരമ്മയ്ക്ക് വേണ്ടി മക്കളെല്ലാം നിൽക്കുന്നൊരു ദിവസം അല്ലേ. അതിപ്പോൾ ജാതി ഭേദം ആരുമില്ല, ഇന്ന ആൾക്ക് ഇടാവുള്ളൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടോ? അമ്മയുടെ മുമ്പിൽ മക്കളെല്ലാം ഒന്നല്ലേ. ഭൂമിയിലേക്ക് വരുമ്പോൾ മാത്രമേ ഉള്ളൂ മാറിപ്പോകുന്നല്ലേ. അല്ലാതെ അമ്മയുടെ മുമ്പിൽ ജനനം എല്ലാം അമ്മയ്ക്ക് ഒന്നു. അത് മാത്രമാണ് നമ്മൾ പൊങ്കാല ദിവസം കാണുന്നത്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതിനെക്കാട്ടിലും അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ്, അതാണ് ഏറ്റവും കൂടുതൽ സമാധാനം. എല്ലാ തിരക്കും മാറ്റി വെച്ച് കുടുംബസമയം തന്നെ ഉണ്ടാവാറുണ്ടല്ലോ. അതെങ്ങനെയാണ്? പിന്നെ അമ്മയ്ക്ക് വേണ്ടി മക്കൾ നിൽക്കണം അല്ലേ. വർഷത്തിലൊന്നല്ലേ, അത് അമ്മയ്ക്ക് വേണ്ടി നിൽക്കണം. അല്ലാതെ പിന്നെ നമ്മൾ കാര്യം കാണാൻ മാത്രം വേന്ന് വിളിച്ചാൽ മതി. അതാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്നാലും എനിക്കെന്തോ ഏട്ടൻ ഇത് ഞാനുണ്ടാക്കിയ ശീലമല്ല. ഞാൻ ഈ വീട്ടിൽ വന്ന അന്ന് തൊട്ട് ഏട്ടൻ്റെ അമ്മ ചെയ്തു വെച്ച ശീലം ഞാനായിട്ടത് നിർത്തിയിട്ടില്ല. ഇപ്പം മകൻ്റെ പുതിയ സിനിമ വരുന്നു, അതെ, അതിനെക്കുറിച്ചൊക്കെയുള്ള പ്രാർത്ഥനയായിരിക്കും അല്ലേ എല്ലാം. മോനെ ഞാനിപ്പോൾ ഞാൻ വെക്കുന്നത് മാത്രമല്ല പറയുന്നത്, ഞാൻ എൻ്റെ പ്രാർത്ഥനയെന്നല്ല, അവൻ്റെ പ്രാർത്ഥനയൊന്നുമല്ല, ഏട്ടൻ്റെ ഒന്നുമല്ല, എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും സത്യം പറഞ്ഞാൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി അമ്മയുടെ മുമ്പിൽ കൊടുക്കുക. ഒരമ്മയ്ക്കറിയാം നല്ലതും ചീത്തയും അല്ലേ. നമുക്ക് ചിലപ്പോൾ തോന്നും അമ്മ എന്നാലും എനിക്ക് തന്നില്ലല്ലോ, അമ്മ എന്തോന്ന് പറയും അല്ലേ. പക്ഷെ അതല്ല, അമ്മയ്ക്കറിയാം ഒരു മകൾക്ക് വേണ്ടത് നല്ലതേതാ, ഒരു മകന് വേണ്ടത് നല്ലതേതാ, അത് തരും. ആ ഒരു ഉറപ്പാണ് എനിക്ക് എപ്പോഴും അമ്മയിലുള്ളത്. ഒരു ടെൻഷൻ ഉണ്ടോ മകൻ്റെ പുതിയ ചിത്രം എത്തുമ്പോഴുള്ള ഒരു? അതും ഞാൻ അമ്മയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എല്ലാം നമ്മൾ ചെയ്യുക, അമ്മയ്ക്ക് കൊടുക്കുക, ആ റിസൾട്ട് അമ്മ തരും. അത് പൂർണ്ണ വിശ്വാസമാണ്. ഇപ്പം മകൻ സോഷ്യൽ മീഡിയ താരമായിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി താരോ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു. ചേച്ചിയോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. വേറൊന്നുമില്ല, ഞാനിപ്പോൾ ഞാൻ പറയാം എൻ്റെ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കി. അവൻ വന്ന് ചോദിച്ചു, അവരുടെ ജനറേഷനിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ വാക്കുകൾ ഇഷ്ടപ്പെടില്ലായിരിക്കും. അവനെന്നല്ല, ഇപ്പം ഞാൻ കുറേ കണ്ടു, കുറേ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഞാൻ ആരെയും മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ അത് അവൻ പറഞ്ഞു, അമ്മ പറഞ്ഞു ശരി, അമ്മ ക്ലിയർ ചെയ്യണം, അമ്മയുടെ വ്യക്തമാക്കണം. ഞാൻ ഓക്കെ, അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കട്ടെ, എടുത്തോളൂ. അങ്ങനെ അവൻ ക്ലിയർ ആക്കിയത്. നല്ല വ്യൂസൊക്കെ ഉണ്ട് വീഡിയോസിലൊക്കെ, ഫുൾ സപ്പോർട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നത് അറിയോ, നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടല്ല, മാത്രമല്ല ഇപ്പം എന്നെയും എൻ്റെ ഏട്ടൻ്റെയും എൻ്റെ 3 മക്കളെയും ഏറ്റവും കൂടുതൽ വെൽ വിഷേഴ്സായിട്ട് എൻ്റെ നാട്ടുകാർ ഞങ്ങളെ സ്നേഹിക്കുന്നില്ലേ, അത് മതി. അതില്ലെങ്കിൽ എന്താ ബലം? പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത്, ക്രിട്ടിസൈസ് ചെയ്യാം, ഒരാളെ വെൽ വിഷറായിരിക്കണം, ചുമ്മാ ഒരാളെ വേദനിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളൂ. ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്, ചേച്ചി ട്രോളുകളൊക്കെ കാണാറുണ്ടോ? പിന്നെ വളരെ സന്തോഷത്തോടെ കാണാറുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടമാണ്. ഞാനതിനെ ഒരിക്കലും നെഗറ്റീവായിട്ടൊന്നും എടുക്കാറില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്രിട്ടിസൈസ് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുകയോ ആരെയും വേദനിപ്പിക്കുകയോ ചെയ്യരുത്, കളിയാക്കുക ചെയ്യുക, അതൊന്നും നമ്മുടെ കൾച്ചറും ട്രഡീഷനും ചേർന്നല്ലാന്ന് വിശ്വസിക്കുന്നു ഞാൻ. എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല, അത്രേ ഉള്ളൂ. എനിക്കല്ലാതെ ട്രോള് എന്നെ ഇങ്ങനെ പറഞ്ഞു, അതൊക്കെ നല്ല കാര്യമല്ലേ, രസമല്ലേ, അതൊക്കെ നമ്മൾ ആ സ്പോർട്ടീവായിട്ട് എടുത്താൽ പോരെ. അല്ലാതെ ഞാൻ ഒരിക്കലും അവരെ പോയി ബ്ലെയിം ചെയ്യുകയൊന്നുമില്ല. അയ്യോ എന്നാലും നിങ്ങൾ എന്നെ പറഞ്ഞാൽ ഒരിക്കലും ഇല്ല, നെവർ. ചേച്ചി സിനിമയിലില്ലെങ്കിൽ കൂടി ഇപ്പോഴും ഭയങ്കര ആരാധകരാണ്. ചേച്ചി ഓരോ ഷോയ്ക്ക് കീഴിലും വന്ന് ആളുകൾ ചേച്ചിയുടെ പഴയ സിനിമ അഭിനയത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താ ഫീൽ ചെയ്തിട്ടില്ല? ഇപ്പോഴും ആളുകളുടെ ആ സ്നേഹം നിലനിൽക്കും. ഞാൻ പറഞ്ഞില്ലേ മോളെ, അത് മാത്രമാണ് എൻ്റെ ബലം. ഇന്നും എന്നും എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന അതാണ്. ഇപ്പോൾ എൻ്റെ ഏട്ടൻ അത് പോയിട്ട് എൻ്റെ മൂത്ത മോനിപ്പോൾ ഒരു ഫിലിം ചെയ്തു, ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി. അത് മാത്രമല്ല 2-3 ഫിലിംസ് ചെയ്തു. ഇതൊക്കെ ഞാൻ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. എൻ്റെ പ്രേക്ഷകരും ഞങ്ങളെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഞാൻ പറയുന്നത് എപ്പോഴും ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, കളിയാക്കാൻ സപ്പോർട്ട് ചെയ്യരുത്.
അത് മാത്രമേ ഉള്ളൂ എൻ്റെ വിഷമം. മകൻ എപ്പോഴും ചോദിച്ചോ സിനിമയിലേക്ക് തിരിച്ചു വരുന്നോന്ന് ചോദിച്ചോ? ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഏട്ടൻ ചോദിക്കുന്നുണ്ട് എന്താടോ ഇങ്ങനെ. ഇപ്പം പണ്ട് ഞാൻ പറഞ്ഞ പിള്ളേരൊക്കെ വലുതാവട്ടെ, ഇപ്പം ഏട്ടൻ ചോദിക്കുന്നത് ഇപ്പം പിള്ളേർ വലുതായില്ലേ. പക്ഷേ എനിക്കറിയില്ല, മകൻ ചോദിച്ചില്ല ഒരു കംബാക്ക് എൻ്റെ സിനിമയിലൂടെ ആവട്ടെ എന്ന്? അതൊക്കെ നേരത്തെ ചോദിച്ചു. അമ്മ എൻ്റെ പടത്തിൽ ഞാൻ പറഞ്ഞ പോടാ. അല്ല അറിയില്ല മോളെ. ഇനിയിപ്പം ഞാൻ ഇവിടെ വന്നത് ഒരു ആക്ട്രസ് ആയിട്ടാണ്. അപ്പം ഞാൻ നിശ്ചയിച്ചിട്ടല്ലല്ലോ ആക്ട്രസ്സായി മാറുന്നത്, അതും ദേവി നിശ്ചയിക്കുന്നത് അല്ലേ. അപ്പം ഇതൊക്കെ ദേവി നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. അതും ഞാനൊന്നും റാണിയുടെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുമല്ലേ? അറിയില്ല. ഒക്കെ ദേവിയുടെ നിശ്ചയം. അമ്മ നിശ്ചയിക്കട്ടെ. അമ്മ വിചാരിക്കണു ഞാൻ പിള്ളേരെ നോക്കട്ടെ. നമുക്ക് കുറേ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ ഒരു അമ്മ എന്ന നിലയ്ക്ക്. നടക്കട്ടെ, ഒക്കെ ദേവി നിശ്ചയിക്കും. എനിക്ക് നോ കമൻസ്. കണ്ടോ ഉത്സവം കാണാൻ പോവാ. 2 വാക്ക് പറഞ്ഞിട്ട് പോവാൻ പോയിട്ട് വരട്ടെ ഞങ്ങള്. അയ്യോ പറയാനുണ്ടോ, ഭയങ്കര ഒരു അനുഭവമായിരുന്നു, ഭയങ്കര ഒരു ഫീലായിരുന്നു അത്. ഞങ്ങൾ അവിടെ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ ഞാൻ ആകെ ലൈഫിൽ, അത് അമ്പലത്തിലായിരുന്നു, അടുത്തായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം അത് അമ്മ ഇവളിലൂടെ ഞങ്ങളെ വിളിച്ചു. ഭയങ്കര സന്തോഷം. ഇനി എന്തായാലും പറ്റുന്ന പോലെ അല്ലേ, നമ്മുടെ അമ്മ വിചാരിക്കുന്നത് പോലെ ഇനി അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പ്രാവശ്യം പറയാനും, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം സഫലമായിട്ട് അടുത്ത പ്രാവശ്യം ഇനിയും വരാൻ നിർബന്ധമല്ല. അവൾ പറഞ്ഞു, അവൾ അങ്ങനെ ഒഴിച്ചു ചേച്ചി വന്നേ പറ്റും അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു. ഇതേ പൊങ്കാലയാണ്, എന്താണ് തീരുമാനം എന്ന് ചോദിച്ചു, വന്നു വിളിച്ചു പറഞ്ഞു, അത്ര തന്നെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ആൽവിൻ ആന്റണിയുടെ വൈഫ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എൻ്റെ കന്നി പൊങ്കാല ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് അനുഭവിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്നെ ഇവിടെ വരെ എത്തിച്ചത് ചേച്ചി വർഷങ്ങളായിട്ട് ഇടുന്ന ആളാണ്. അതെ അതെ അതെ. അല്ല എന്താ ഇതിനെക്കാട്ടിലൊക്കെ നമുക്ക് അമ്മയിലേക്കുള്ള വിശ്വാസം ഉറയ്ക്കും. ഇത് നമ്മളൊക്കെ അമ്മയുടെ വെറും മീഡിയേറ്റേഴ്സ് മാത്രം അല്ലേ. നമുക്കൊരു സാഹചര്യം കൊടുക്കാം, ബാക്കി അവർക്കല്ലേ നിശ്ചയം. അപ്പോൾ അമ്മയായിട്ടൊരു അനുഗ്രഹം കൊടുക്കല്ലേ, അത് നടക്കട്ടെ, ഇതല്ലേ വേണ്ടി. അത് വലിയൊരു മനസ്സിലാണ്. കാരണം എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും ആ അനുഗ്രഹം വേണമെന്നൊരു മനസ്സുണ്ടല്ലോ, അത് വലുതാണ്. ഇപ്പൊ അനുചേച്ചി തന്നെ പറയുന്നുണ്ട് അത് ഇട്ട് തുടങ്ങുമ്പോൾ വേറൊരു ഫീലാണ്. അതെ അതെ സത്യം. എനിക്ക് വലിയ അത്ഭുതങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം. ഇന്നലെ മുതൽ ഇറങ്ങിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ മുതൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ഇതെന്താ മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ജനങ്ങൾ ഇത്ര, അപ്പം എന്തോ ഒരു ശക്തി ഉണ്ട് അതിന്. എത്ര ആൾക്കാർ കൂടി വരുന്നതല്ലേ. അപ്പം അതിന് എല്ലാവിധം നന്ദിയും പറയേണ്ടത് ചിത്രയോടെ.